ഹായ് ഹലോ, രാവിലെ തന്നെ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ, വേറെ എങ്ങോട്ടേക്കല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് ഗൈസ് പോകുന്നത്. വേറെ എങ്ങോട്ടേക്കല്ല, ഗുരുവായൂരിലേക്കാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ചായ കുടിച്ചത്. അപ്പം കുറച്ച് ലൈറ്റായിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ കാറിലേക്ക് കയറി. അപ്പോൾ അമ്മനോട് വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം ആദ്യം കണ്ണട ഊരി തോന്നില്ല തോന്നിയപ്പോൾ പിന്നെയും കണ്ണട വെച്ച്. എന്നിട്ട് അമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്ത് ചെയ്താലും എനിക്കൊരു മെനയില്ലല്ലോ. പിന്നെ ഞങ്ങൾ സിനിമ പേര് കളിക്കാൻ വിചാരിച്ചു. ഷോലെ എനിക്ക് 2 മാർക്ക്. സിനിമാ പേര് കളിച്ച് യുദ്ധത്തിന് ശേഷം അമ്മമ്മയും മോനും ഡാൻസായി. അത് കഴിഞ്ഞിട്ട് 2 പേരും ഉറക്കമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റായിട്ടൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം എനിക്ക് കായപ്പം മതി എന്ന് പറഞ്ഞപ്പം കഷ്ണം കായപ്പം അച്ഛൻ തിന്ന് നോക്കിയിട്ട് നേരെ ആകാശിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലേക്ക് കിട്ടി. നേരെ അമ്മ തട്ടിപ്പറിച്ച് പോയി ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂരെത്തി. ആകാശിനെ കുറേ ഷോഫൊക്കെ കഴിഞ്ഞ് അവനെ വീഡിയോ എടുക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പ്രായപ്പെട്ട ഒരു അച്ഛനെ കണ്ടപ്പം അച്ഛന് പൈസ കൊടുത്ത് സഹായിക്കണം എന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുല്ലപ്പൂവൊക്കെ മേടിച്ച്, ഗുരുവായൂർ പോകുമ്പോൾ മുല്ലപ്പൂ വെക്കുക എന്ന് പറയുന്നത് രസമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി തൊഴുത്. അപ്പം ആദ്യം പ്രാവിനെ കണ്ടപ്പോൾ കോഴീനെ പായിപ്പിക്കുന്ന രീതിയിലാണ് പ്രാവിനെ പായിപ്പിക്കുന്നത്. ഒന്നായിട്ടൊന്ന് പറപ്പിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. അങ്ങനെ ഗുരുവായൂരൊക്കെ തൊഴുതു. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വെച്ച് പോയി. കുറച്ച് പപ്പടം വാങ്ങി, ആദ്യക്കുട്ടിക്ക് ടോയ്സ് വാങ്ങി, കളഭം വാങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെയും പ്രാവിൻ്റെ അടുത്ത് പോയിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ പ്രാവ് ഏത് വഴിക്കാണെന്ന് നോക്കില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് മമ്മിയൂർ പോയി. മമ്മിയൂരിൽ നിന്ന് കുറച്ച് പ്രസാദം കിട്ടി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല പുഴയോരത്ത് ചെറിയൊരു കട കണ്ടപ്പം അവിടെ നിർത്തി ചെറിയൊരു ചായയൊക്കെ കുടിച്ച്. ഞാൻ ചായ കുടിക്കാറില്ല, ചെറിയ ഫുഡ് ലൈറ്റായിട്ട് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് അപ്പുറത്ത് കടൽ ഇപ്പുറത്ത് പുഴ, അപ്പുറത്ത് കടൽ ഇപ്പുറത്ത് പുഴ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. നാട്ടിലെത്തിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. സൽക്കര കയറിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അപ്പം അതിൻ്റെ ഓരോ കോപ്രായങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ വെച്ച് എന്ന് അവൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്നെ വെറുപ്പിക്കാം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നന്നായിട്ട് ചിരിക്കുന്ന ആളാണ്. എൻ്റെ ഇരട്ടി ചിരിക്കും എൻ്റെ മോനും. ചിരി തുടങ്ങി കഴിഞ്ഞാൽ അവൻ നിർത്തൂല. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. നല്ല കസ്റ്റമർ സർവീസാണ് അവിടെ. എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെ കസ്റ്റമർ സർവീസാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയുമില്ല. എനിക്ക് ഈ പാരഗൺ ഹോട്ടലിനെക്കാട്ടിയും ഇഷ്ടം എനിക്ക് ഇവിടുത്തെ ബിരിയാണിയാണ്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അടിപൊളി ബിരിയാണിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല വിശപ്പുള്ളത് കൊണ്ടും ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ആശാനെ എങ്ങനെ പോയാലും ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ഞാൻ വാരി തന്നെ കൊടുക്കണം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. അതിൻ്റെ ഫീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അവന് വാരി കൊടുക്കുന്നുണ്ട്. അച്ഛനും ആകാശം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആദ്യേ ഇവിടുവാ, എങ്ങനെ ഉണ്ടായിരുന്നു ഗുരുവായൂർ പോയിട്ട്? അടിപൊളി, കൃഷ്ണനൊക്കെ കണ്ട് വന്ന് 10 കാർഡ് വാങ്ങി തന്നെ, ബിരിയാണി വന്ന്, പിന്നെ ചെപ്പം വാങ്ങി, പിന്നെ മാമന് വക ഒന്നും കൂടി കിട്ടിയല്ലോ. അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യണോ? സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ബെൽ ഐക്കൺ അടിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.